ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു എഗ് ചുക്ക റെസിപ്പിയാണ്. ബാച്ചിലർ സ്റ്റൈലാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എഗ് ചുക്ക ഡീറ്റെയിൽ ആയിട്ടും ഉണ്ടാക്കാം, എളുപ്പത്തിലും ഉണ്ടാക്കാം. ഒബ്വിയസ്ലി നമ്മൾ എളുപ്പ വഴിയാണ് നോക്കുന്നത്. ബാച്ചിലേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റാണ്ട് കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിച്ചു തരുന്ന സമയത്ത് ടീച്ചർമാരാണ് പറഞ്ഞത് ഒരു ബാച്ചിലർ സ്റ്റൈലിൽ ഒരു എഗ് ചുക്ക പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ അന്ന് പഠിച്ച ഒരു കാര്യമാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ള സംഭവം. ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ക്ലാസ്സിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് അന്ന് പ്രയോജനമായിട്ടുണ്ടായിരുന്നു. നമുക്കത് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഈ ഒരു റെസിപ്പി പോയിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കും, അത് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്ക് വലിയ വിഷയം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കും തനിക്കാണ് താമസിക്കുന്ന ചേച്ചി, വല്ലതും ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കൊക്കെ കേടുവരാത്ത പോലെ, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തേക്ക് കേടുവരാത്ത പോലെ, അല്ലെങ്കിൽ ഒരു വിഭവം തന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ചാലും മടുക്കാത്ത പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എഗ് ചുക്ക ബാച്ചിലർ സ്റ്റൈൽ. വരൂ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് മഞ്ഞ വേറെ വെള്ള വേറെ ആക്കി വെക്കുക കേട്ടുള്ളൂ. അപ്പോൾ ഒരു 4-5 മുട്ട എടുത്തിട്ട് മഞ്ഞ വേറെ വെള്ള വേറെ ആക്കി വെച്ചിട്ട് ഈ വെള്ള കുരുകുരയെന്നും പറഞ്ഞിട്ട് നമുക്ക് മുറിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിക്കാം. ഇനിയും വളരെ ചെറുതായിട്ട് മുറിക്കണമെങ്കിൽ മുറിക്കാം. ഞാനൊരു മീഡിയം സൈസായിട്ടുള്ള രീതിയിൽ എല്ലാ വെള്ള ഇതും നമ്മൾ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് തുടങ്ങാം. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം, നോ പ്രോബ്ലം. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരുംജീരകം എല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് വലിയ സവോള ഒരു 2 എണ്ണം, പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ഇപ്പം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ബാച്ചിലറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടികൾ വാങ്ങിച്ചു വെക്കുകയാണ് കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് നന്നായിരിക്കുക. അപ്പോൾ എല്ലാം ഒരു സ്പൂണ് വെച്ച് ഇട്ടോളൂ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, പിന്നെ എന്താണ് പറയുക, നമ്മുടെ വെളുത്തുള്ളിപ്പൊടി, ഈ ഗാർലിക് പൗഡർ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയും കുറച്ചിട്ടിട്ടുണ്ട്. എല്ലാം ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗാർലിക് പൊടിയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെയെങ്കിലും വന്നിട്ട് അതിനെ ഗാർലിക് ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എല്ലാം ഓരോ സ്പൂണ് വെച്ച് കണക്ക് വെച്ചിട്ട് ഇട്ടോളൂ. വെളുത്തുള്ളി മാത്രം കൂടുതലാവേണ്ട, അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാ മസാലയും നല്ല പോലെ ഒന്ന് വഴറ്റുന്നു. ആ പച്ച മണം ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ടൊന്ന് ആയി എന്ന് കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മസാലേനെ നമുക്ക് സൈഡിലേക്ക് ഒന്ന് ആക്കി വെക്കാം. എന്നിട്ട് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു 2 മുട്ട നടുവിലേക്കായിട്ട് പൊട്ടിച്ചൊഴിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മുട്ട ചുക്കയുടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ഇടയിൽ തന്നെ നമ്മൾ ഈ ഒരു മുട്ടേനെ ഇട്ടിട്ട് നല്ല പോലെ ചിക്കുക. ആ ചിക്കുന്ന മുട്ട അതിൽ കിടന്നിട്ട് നല്ല പോലെ ആവുമ്പോൾ ഇതൊക്കെ ഒരു ബേസായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചുക്ക എന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കംപ്ലീറ്റ് മുട്ടയുടെ വെള്ളയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വഴറ്റുക. അപ്പോൾ ഈ വറുത്തിരിക്കുന്ന മുട്ടയും വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളയും എല്ലാം കൂടി ആവുമ്പോൾ സൂപ്പറായിരിക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞ, അപ്പോൾ ഈ മഞ്ഞ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചിടുക. ഈ മഞ്ഞ പൊടിച്ചിടുന്ന സമയത്ത് എന്താവുമെന്നറിയോ, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആവുമ്പോൾ നല്ലൊരു മയം കിട്ടും. ഓക്കെ, ഇത് നല്ല പോലെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ മസാലയും ഒന്ന് ഇതാവുന്ന സമയത്ത് ഒരു 1/2 കപ്പ് വെള്ളം നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് തെളിച്ചു കൊടുക്കുക. കറോന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിക്കരുത്, പിളുപ്പിളുന്നാവും. അതുകൊണ്ട് ഒന്ന് തെളിച്ചു കൊടുക്കുക. ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ആ പാത്രപാകം വരാനും ആ മസാലകളൊക്കെ ഒന്ന് നന്നായി പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കാം, പുതിനയില ഇട്ട് കൊടുക്കാം. പക്ഷെ പൊതുവേ കറിവേപ്പില മാത്രം ഇട്ടാലും നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നിങ്ങൾ തുറക്കണ സമയത്ത് നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള പല ടെക്സ്ചറിലുള്ള മുട്ട കടിക്കാൻ കിട്ടുന്ന പോലെയുള്ള മുട്ട ചുക്ക ബാച്ചിലർ സ്റ്റൈൽ റെഡി ആയിരിക്കുകയാണ്. വരൂ ഇനി കഴിക്കാം. അപ്പം കഴിക്കാം എഗ് ചുക്ക ബാച്ചിലർ സ്റ്റൈൽ. ഒരു പണിയില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ കുട്ടികളുടെ പരാതിയും തീർത്തുകൊണ്ട് ഇങ്ങനെയാണ് എഗ് ചുക്ക ഉണ്ടാക്കുക എന്ന് മനസ്സിലായല്ലോ.
വെറും ചോറാണ് എടുത്തിരിക്കണേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂടെ കഴിക്കാം. നല്ല അടിപൊളി രുചിയോട് കൂടിയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇനി ടെൻഷൻ അടിക്കണ്ട, വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ല പോണതിന് മുമ്പ് ധൃതി വെച്ചിട്ടാണെങ്കിലും വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സുഖമായിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ ഇട്ടിട്ട് ഇളക്കണ്ട. അതിന് പകരം ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് നിങ്ങളുടെ പാത്രത്തിലേക്ക് ആക്കി നോക്കൂ. അപ്പോൾ പിന്നെ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള നിങ്ങൾക്ക് സൗകര്യമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കുട്ടികൾക്ക്, അതേമാതിരി ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് ഒക്കെ തന്നെ പറ്റുന്ന മാതിരി അമ്മമാരുടെ അടുത്തൊന്നും കൂടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോളൂ. അപ്പൊ പരാതികൾ തീർന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ശരി, വീണ്ടും ഒരു പുതിയ റെസിപ്പിയിൽ കാണാം. Till then, take care and bye-bye. Vinny's Kitchen.